കോലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറെ. അപ്പോൾ ഇതൊരു 2007 മോഡല് സ്വിഫ്റ്റ് VXi വരുന്ന വണ്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തു എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവസാനം നമ്മൾ വണ്ടി എടുത്തു കിട്ടാം. നമ്മൾ കുറേ നാൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു 14 വണ്ടി 15 വണ്ടിയോളം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 16ാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ സെറ്റായത്. അപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലത്തേക്കും നമ്മൾ പോയിട്ടുണ്ട്. തുടക്കത്തിൽ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടുണ്ട്. അതിൽ മൂവാറ്റുപുഴ, പെരിന്തൽമണ്ണ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് സ്വിഫ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് കുറേ പ്രശ്നങ്ങളും തുരുമ്പും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ വണ്ടികൾ എടുക്കാണ്ടൊക്കെ പോയി. അപ്പോൾ എന്താ പറയുക, അവസാനം നമുക്ക് നല്ലൊരു വണ്ടി കിട്ടി. നമ്മുടെ ഒരു ബഡ്ജറ്റിലും അതുപോലെ നമ്മുടെ ഒരു ഇതിലൊക്കെ കൂടി നല്ലൊരു വണ്ടി നമുക്ക് കിട്ടി. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മളെ വണ്ടി എടുത്തു കിട്ടാം. അപ്പോൾ നമ്മൾ രാത്രിയാണ് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഞാനിതിൻ്റെ ഒപ്പം തന്നെ നമ്മളവിടെ പോയിട്ട് നമ്മുടെ വണ്ടി എടുക്കണ ചെറിയ വീഡിയോസൊക്കെ ഉണ്ട്. അത് പിന്നെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. പിന്നെ വെച്ചാൽ ഇതിപ്പോൾ രാത്രി ആയാലും നമുക്ക് അധികം വല്ലാണ്ട് അങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മളതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, അത്ര ആർഭാടായിട്ടൊന്നും പറയണില്ല. സംഭവം നമ്മളിങ്ങനെ എടുക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒരു വീഡിയോ ആണ് ഇത്, സംഭവം കാര്യങ്ങളൊക്കെ. അതായത് നമ്മളിങ്ങനെ എടുത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് നമുക്ക് നല്ലൊരു വണ്ടി കിട്ടണത്. കുറേ നടന്ന് അങ്ങനെയാണ് കിട്ടിയത് നമുക്ക് വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഇൻട്രോയിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 15ാമത്തെ വണ്ടിയാണ് 15-16ാമത്തെ വണ്ടിയാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കിയിൽ സെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ മോർണിംഗ് നമ്മൾ പോയി വണ്ടി കണ്ടു, സെറ്റായി, ഇഷ്ടപ്പെട്ടു. നമ്മളപ്പം തന്നെ ചെറിയൊരു അഡ്വാൻസ് കൊടുത്തു. പിന്നെ എന്നിട്ട് നമ്മൾ നൈറ്റ് വന്നിട്ട് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ബഡ്ജറ്റിൽ, നല്ലൊരു ബഡ്ജറ്റിൽ തന്നെ, ഒരു നല്ലൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടി. നല്ലൊരു വണ്ടി തന്നെ കിട്ടി. എന്നുവെച്ചാൽ റസ്റ്റോ കാര്യങ്ങളോ കംപ്ലൈൻസുകളോ അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു വണ്ടി കിട്ടി നമുക്ക്. നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ മെക്കാനിക് പണികൾ കുറച്ച് വന്നാലും പ്രശ്നമില്ല. നമുക്ക് ഈ റസ്റ്റ് തുരുമ്പിൻ്റെ പ്രശ്നമാണ് മെയിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിക്ക് എന്താ പറയുക ബാധിച്ചിട്ടില്ല എന്ന് പറയാം. തുരുമ്പ് അങ്ങനെ ഒന്നും ഇല്ലേ വണ്ടിക്ക്. നമുക്കത് വണ്ടിയുടെ ഉള്ളിൽ കണ്ടാലും അതുപോലെ നമുക്ക് വണ്ടി ഓടിച്ചാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതൊരു 2007 മോഡല് സ്വിഫ്റ്റ് VXi വരുന്ന വണ്ടിയാണ്. കുഴപ്പമില്ല, കംപ്ലൈൻസും കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ല. മെക്കാനിക് ഇഷ്യൂസൊന്നും അങ്ങനെ ഒന്നും ഇല്ല കാര്യമായിട്ടൊന്നും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ടയറും നല്ല ടയർ, പുത്തൻ ടയർ 2023 24 അങ്ങോട്ട് നല്ല ടയർ, പെട്ടെന്ന് മാറുന്നു വേണ്ട. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ലാസ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ അവിടുത്തെ കാര്യങ്ങളുടെയൊക്കെ ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറേ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നമ്മളവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കലും നമ്മുടെ ഇതൊക്കെ കാരണം നമ്മൾ കുറേ നടന്ന് ലാസ്റ്റ് നമുക്ക് മടുത്തു. നമുക്ക് എന്താ പറയുക, ഈ കുറച്ച് വണ്ടി എടുക്കണം എന്നുള്ളൊരു എന്താ പറയുക, നമ്മൾ കുറേ നടന്ന് എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ അവനാണെങ്കിലും മടുത്തു ലാസ്റ്റ്. എന്ത് നമുക്ക് വണ്ടി കിട്ടാത്ത എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. പിന്നെ അതിനായിട്ട് നമ്മൾ ഡീസൽ വണ്ടി വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ വിട്ടു. അതും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഒരു സീനൊക്കെ ആയിട്ട് നമ്മൾ അതും വിട്ടു. എന്നിട്ട് ഇത് വളരെ പെട്ടെന്നായിരുന്നു നമുക്ക് വണ്ടി സെറ്റായതൊക്കെ. നമ്മൾ ജസ്റ്റ് ആദ്യം വണ്ടി എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിസ്സായി പോയിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വണ്ടി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തി നമുക്ക് സാധനം. അപ്പോൾ അതാണ് വീഡിയോ. അപ്പോൾ ഇങ്ങോട്ട് ഒരുപാട് വലിച്ചിട്ടൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു നൈറ്റാണ് സംഭവം. അപ്പോൾ ഇത് പാലക്കാട് നമ്മൾ എടുത്താക്കണത്. പാലക്കാട് മീൻസ് ആലത്തൂർ ഭാഗത്തു നിന്നാണ് എടുത്താക്കണത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ രാത്രി കാരണം നമുക്ക് അധികം ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ നമ്മുടെ പിള്ളേർ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ അവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു കാർ നോക്കാൻ പോവാന്ന് പറഞ്ഞിട്ടുള്ളൂ. അവർക്കൊന്ന് വണ്ടി കാണിച്ചു കൊടുക്കണം. അങ്ങനെ പറ്റാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ വെഞ്ചിരിക്കണതിൻ്റെ ഒരു ഇതും കൂടിയും ക്ലിപ്പും കൂടി ആഡ് ചെയ്യണമെന്നുണ്ട്, വണ്ടി ഒന്ന് വെഞ്ചിരിക്കാനുള്ള ഒരു ഇതിൽ. അപ്പോൾ അത് പറ്റാണ്ട് ചിലപ്പോൾ ആഡ് ചെയ്യുള്ളൂ, അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇപ്പോൾ അവന്മാരെ വണ്ടി കാണിച്ചിട്ട് പോകണം. അവന്മാരും ചിലപ്പോൾ ഒന്ന് സർപ്രൈസ് ആവും. കാരണം അവരുടെ അടുത്ത് നമ്മൾ അറിയാം, വണ്ടി നോക്കണേസൊക്കെ അറിയാം. പക്ഷെ നമ്മളിപ്പോൾ വണ്ടി എടുക്കാനേ പോകണമെന്ന് നമ്മുടെ പിള്ളേരൊന്നും പറഞ്ഞിട്ടില്ല, ഫ്രണ്ട്സിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് വണ്ടി കാണിച്ചു കൊടുക്കണം. അങ്ങനെ അപ്പോൾ നമ്മൾ വണ്ടിക്ക് എടുത്ത് നമ്മൾ റിട്ടേൺ വരാണ്, വീട്ടിലേക്ക് പോവാണ് നമ്മൾ. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുക്കണൊരു വ്ളോഗാട്ടോ. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് വണ്ടിയുടെ മൊത്തത്തിലൊന്ന് ചുറ്റിന്ന് കാണിച്ചു തരാം, വണ്ടി കാര്യങ്ങളും ഇതൊക്കെ. പിന്നെ നമ്മളിത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ നമ്മൾ അഡീഷണൽ ആയിട്ട് നല്ല വെളിച്ചത്ത് നല്ല പകലിൽ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ ഇൻറ്റീരിയർ ആണെങ്കിലും
എല്ലാം കാണിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ മേടിച്ചതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതുമാത്രമല്ല പിന്നെ നമ്മൾ വണ്ടിയുടെ ഒരു നമ്മൾ കുറേ യൂസർ എക്സ്പീരിയൻസ് ഒക്കെ ഇടാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനിടാം. പക്ഷേ ഇതിന് യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഇടാനൊന്നും പറ്റില്ല. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ്റെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ഇതിൻ്റെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഇങ്ങനെ സ്വിഫ്റ്റിലേക്കൊക്കെ എത്തി അത് അങ്ങനത്തെ കാര്യം ഇതിലൊന്നും ഞാൻ അത് പറയണില്ല, കാരണം ഇത് പറഞ്ഞ് ഒരുപാട് വലിച്ചു നീട്ടണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു എന്താ പറയുക ഒരു സന്തോഷം, നമുക്ക് നല്ലൊരു വണ്ടി കിട്ടിയാൽ നമുക്ക് കുറേ നടന്നുണ്ട്. പിന്നെ അല്ലേ ഇഷ്ടം പോലെ നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് നടന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി കാണിച്ചു തരാം. അപ്പോൾ ചേട്ടാ അവസാനം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരണം വേണം. ഏകദേശം പാലക്കാടൊക്കെ പോകുന്നവർക്ക് ഈ സാധനം കണ്ടാൽ തന്നെ മനസ്സിലാവും, ടോളും കാര്യം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എടുത്ത് ആലത്തൂർ നട്ടോ. അപ്പോൾ രാത്രിയാണ് നമ്മൾ നിൽക്കണം. ഇതാണ് വണ്ടിയുടെ കോലവും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ കറക്റ്റ് നല്ല വെളിച്ചത്ത് എല്ലാം കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് കാണിച്ചു തരാനാണ് വണ്ടിയിൽ. നമ്മളെല്ലാം ബ്ലോഗായിട്ട് എടുക്കാറുള്ളൂ പോയി കഥകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് സംഭവം. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വണ്ടി പക്കയാണ്, ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ അതത്തിൽ കംപ്ലൈൻ്റ് അല്ല, ഞാൻ പറയാം. ഇതാണ് വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ. നൈസാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചേട്ടാ അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടി ഞാൻ പറയണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറയാം. അപ്പോൾ വണ്ടി ഫുൾ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടും പിന്നെ അതുകൂടാണ്ട് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കഥകളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞങ്ങളപ്പോൾ എടുത്തിട്ട് വരുന്ന വഴിയാണ്. ഇന്ന് ഡേറ്റ് എത്രയാണ്? 9-ാം തീയതി നമ്മൾ വണ്ടി എടുക്കണത്. അപ്പോൾ ഒരു സമയം ഇപ്പോൾ ഏകദേശം എത്ര മണിയുണ്ടാവും? 10 മണി. 10 മണി രാത്രി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വരണത് എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ അവിടെ എത്തി എത്ര മണി? നമ്മൾ 8:30 എത്തിയിട്ട് അവിടെ. എന്നിട്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളും വർത്താനം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കൽ സംസാരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ലേറ്റായി. അപ്പോൾ 10 മണി ഇവിടെ എത്തിയപ്പോൾ ഇനി നമ്മളിവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് സമയമുണ്ട്. ഒരു ഏകദേശം എത്ര സമയം? അരമണിക്കൂർ മാക്സിമം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തും. ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടി പറയണില്ല. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളും വണ്ടി ഓടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് സംഭവം. അവസാനം നമ്മളങ്ങനെ വണ്ടി എടുത്തു. ഓക്കെ, അപ്പോൾ ശരി. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വണ്ടി എടുത്താ വണ്ടി എടുത്താ പിന്നെ വണ്ടി എടുത്തിട്ടല്ലേ വരണേ. അപ്പോൾ ചേട്ടാ ഒരുത്തനെ വീട്ടിലേക്ക് എന്താ കാണിക്കാനായിട്ട് ചുമ്മാ നമ്മളൊരു ഇതിന് വന്നതാണ്. അഞ്ചിതിരി വ്ളോഗായിട്ട് പോകണ്ടാവട്ടെ, ഇതിൽ വ്ളോഗായിട്ട് പോകണ്ടെന്ന് പറയാം.